ഒരു ജാതി ഒരു ജാതകം വിനീത് ശ്രീനിവാസന്റെ പടം. ഒരു വല്ലാത്ത സിനിമ. പൊന്നെ നമ്മൾ കുറെ ചിരിക്കും കേട്ടോ. അതായത് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, പക്ഷെ ചിരിക്കാൻ വേണ്ടി സിനിമ കാണാൻ വേണം, നേരെ പോയിക്കോ. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ജയ 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 എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയധികം തിയേറ്ററിൽ നിന്ന് ചിരിച്ച ഒരു സിനിമയില്ല. അതുപോലെ ചിരിച്ചു. അതിന്റെ ഒരു കഥ വേറൊരു രീതിയാട്ടോ. അത് നമ്മള് അതിനകത്തേക്കൊന്നും നമ്മൾ വരുന്നില്ല. അത് പറയുന്നതിന് കുഴപ്പമില്ല. എന്റെ തീം വെച്ചാൽ ആക്ച്വലി LGBT മഴവില്ല ആ സാധനം ഉണ്ടല്ലോ, അതിനിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ആജാതി സിനിമയാണ്, പക്ഷെ രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഇച്ചിരി വണ്ണൊക്കെ ഉണ്ട്, ഇച്ചിരി വയറൊക്കെ ചാടി ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പോലെ തോന്നി. അതുപോലെ എടുത്തിട്ടുണ്ട്. ക്യാരക്ടറിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തു. 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു, പിന്നെ ജാതകം നോക്കുന്നു, ഒന്നും ശരിയാകുന്നില്ല, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഫണ്ണെന്ന് പറഞ്ഞാണല്ലോ ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തുറന്നടിക്കുന്ന സാധനങ്ങൾ. ഡയറക്ടർ പിന്നെ ഈ എം മോഹൻ അദ്ദേഹത്തിന്റെ സിനിമ കഥ പറയുമ്പോൾ അരവിന്ദിന്റെ അതിഥികൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ശ്രീനിവാസന്റെ അളിയനോ അങ്ങനെ എന്തോ റിലേഷനാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു കാറ്റഗറി നോക്കിയാൽ പല സിനിമകളിലും നിഖില വിമൽ ഉണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടറൈസേഷൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിഖില വിമലിന്റെ ഒരു നല്ലൊരു കഥാപാത്രമുണ്ട്. ഇതിനകത്ത് കുറെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഇവരെല്ലാവരും തന്നെയും പെണ്ണ് കാണാൻ വരുന്നു, പക്ഷെ തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു ഇത് ഒരേ ഈ ഒരു 10-30 പറഞ്ഞ പോലെ 10-38 വയസ്സായിട്ടും പെണ്ണിനെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനൊക്കെ കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്തൊരു സിനിമ. പിന്നെ നിഖില പ്രമോദ്, നമ്മുടെ ബാബു ആന്റണി, അതുപോലെ തന്നെ ബാബു ചേട്ടൻ അദ്ദേഹത്തിന്റെ ഒരു പഞ്ച് സാധനം ഉണ്ട്. അതായത് കാല് വെച്ച് അടിക്കുന്ന സീൻസ് ഒക്കെ അതൊക്കെ നന്നായിട്ട് ഈ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ PP എന്താണ് കുഞ്ഞികൃഷ്ണ നമ്മുടെ ജഡ്ജായിട്ട് വന്നില്ലേ? ജഡ്ജ് നമ്മുടെ മറ്റേ അച്ഛനായിട്ടാ വരുന്നത്. ഈ സിനിമയിൽ ജഡ്ജായിട്ട് വന്ന മറ്റേ ഇത് നമ്മുടെ എന്നാ താമ്പോയി കേസ് അതിനകത്ത് ജഡ്ജായിട്ട് വന്ന ഒരാള്. പുള്ളി അടിക്കുന്ന ഓരോ കൗണ്ടറും ഉണ്ടല്ലോ തിയേറ്ററിൽ ചിരി ഉണർത്തും. ഒരു രക്ഷയില്ലാത്ത കൗണ്ടർ. എനിക്ക് പടം ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ഫാമിലി എന്റർടൈനർ സിനിമ. വിനീത് ശ്രീനിവാസൻ അച്ഛനായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം ജയേഷ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് വിനീത് ശ്രീനിവാസൻ. അപ്പൊ തുടക്കം മുതലേ ഒരു IT പ്രൊഫഷൻ ആണ്, പക്ഷെ സ്ത്രീകളോട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇഷ്ടമുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ വേണം, ഒരു വെളുപ്പ് വേണം, നിറം വേണം, ഇതെല്ലാം ഒരു നായർ തറവാട്ടിലെ ഒരു പയ്യന് വേണ്ട സവിശേഷതകൾ. പക്ഷെ ഒന്നും കിട്ടുന്നില്ല, പെണ്ണെ കിട്ടുന്നില്ല. ഇവൻ ആഗ്രഹിക്കുന്ന പെണ്ണെ കിട്ടുന്നില്ല. പക്ഷെ അവസാനത്തെ ഒരു ട്വിസ്റ്റും എവിടേക്കും എനിക്ക് മറ്റേ നമ്മുടെ ലാലിന്റെ പഴയ സിനിമയല്ലേ മറ്റേ മഴ പെയ്യുന്നു മുതലും ആ ജാതി അടിയും കോമഡിയും പ്രിയദർശൻ സ്റ്റൈൽ സാധനമായിരുന്നു. രസമായിരുന്നു പടം. ഫുൾ ടൈം നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനായിട്ടുള്ള വകുപ്പുകളുണ്ട്. എവിടെയും നമുക്ക് ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല നമ്മുടെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ പെർഫോമൻസ് തന്നെ അനായാസ കേട്ടോ. ഉള്ളി അങ്ങോട്ട് അറുമാതിച്ച് അഴിഞ്ഞാടിയത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു വിനീത് ശ്രീനിവാസന്റെ. ഓരോരുത്തരും അതിനകത്ത് അഭിനയിച്ചു. പിന്നെ ഇവന്റെ അമ്മയായിട്ട് വരുന്ന ആ ഒരു ക്യാരക്ടർ പുതുമുഖമാണെന്ന് തോന്നുന്നു. മലപ്പുറം ഭാഷയാണോ കണ്ണൂർ ഭാഷയാണോ? കോഴിക്കോട് മലപ്പുറം എന്നൊക്കെ പറയുന്നത് മലപ്പുറം അല്ലേ? അല്ല, കോഴിക്കോട് മലപ്പുറം ആ ഒരു സ്ലാങ് എനിക്ക് കുറെ ഒരു മലയാള ഇൻഡസ്ട്രിയുടെ മുമ്പത്തെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ തൃശ്ശൂർ, ട്രിവാൻഡ്രം, കോട്ടയം ഇതായിരുന്നു ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ കാസർഗോഡും ഈ പറഞ്ഞ പോലെ കോഴിക്കോടും മലപ്പുറം ഭാഷകളുടെയും ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും കൊടുക്കുന്നുണ്ട്. സോ അതും ഇതിനകത്ത് വന്നത് കാരണം ഇച്ചുകൊണ്ട് രസകരമായി പോയി. ആൻഡ് നമുക്ക് ചില വിറ്റുകളൊക്കെ ഉണ്ടല്ലോ, എന്റെ മകൻ മഴവില്ലല്ല, എന്റെ മകൻ ആ ഒരു സാധനം ഞങ്ങൾ കുറെ അമ്മ അച്ഛനും കൂടെ വന്നിട്ട് പറയും എന്റെ മോൻ കുണ്ടനാണോ. അയ്യോ അതാ, എന്റെ മോൻ കുണ്ടനാണ്, എന്റെ മോൻ കുണ്ടനല്ല എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്. ദൈവമേ, ഭയങ്കര ശരി കൊടുക്കുന്ന സാധനമാണ്. അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം ഇവര് ഇത് മകൻ കുണ്ടനാന്ന് പറഞ്ഞിട്ട് ഇവര് പിന്നെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ടെറസിന്റെ മേളിൽ ഒരു സംഭവം നടക്കും. അത് കഴിഞ്ഞിട്ട് ഇവ റൂമിൽ വരുമ്പോഴത്തേക്ക് മകൻ ഇതല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷമുണ്ട്. കുറെ ചിരിച്ചത് ഒരുപാട്. അത് മാത്രമല്ല പലർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ഇങ്ങനെ തന്നെ ഈ ഒരു ലൈഫില് പെണ്ണ് കിട്ടാതെ കുറെ നാളും അലയുന്ന ഒരാൾക്ക് ശരിക്കും കണക്ട് ചെയ്യുന്ന മൂവി. എനിക്ക് കുറെ കഥാപാത്രങ്ങൾ ചിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ടിക്കറ്റ് എടുത്തോളൂ, തിയേറ്ററിൽ വന്നോളൂ, നമ്മൾ ഒട്ടും ബോറടിക്കില്ല, നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഇറങ്ങിയ പടം
മറക്കരുത്. അതും നല്ലൊരു സിനിമ ആയിരുന്നു അല്ലെ? അതെ, അതും നല്ല കാരണം അതും പൊന്മാൻ, കാരണം പൊന്മാൻ സിനിമ വിജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, പേഴ്സണലി ഭയങ്കര ആഗ്രഹം. കാരണം നല്ല മനോഹരമായ സിനിമ. എന്താണ് ഇപ്പൊ രണ്ട് സിനിമകളും, ഒന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നല്ല സിനിമ, ഇത് വൺ കോമഡി ആയിട്ട്. പക്ഷെ കാരണം ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ പാടാം, കാരണം സ്ക്രിപ്റ്റ് അതുപോലെ സ്ട്രോങ് ആയിരിക്കും. എനിക്ക് പഴയ ശ്രീനിവാസനെയൊക്കെ പല സ്ഥലത്തും ഫീൽ ചെയ്തു. ഇതിനകത്ത് ശ്രീനിവാസന്റെ പല സാധനങ്ങളും ഇതിനകത്ത് കേട്ടിട്ടുണ്ട്. അതായത് എന്നെ കാണുമ്പോൾ ചിരിക്കാൻ പാടില്ല, എന്നെ മുഖത്ത് നോക്കരുത് എന്നൊക്കെ പറഞ്ഞ ശ്രീനിവാസന്റെ പഴയ സിനിമ ഡയലോഗ് ഉണ്ട്. അത് അതുപോലെ അടിച്ചു മാറ്റിയിട്ടാണ് അറുമാദിച്ച് ചെയ്തു കേട്ടോ. അറുമാദിച്ച് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ വന്ന നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കത്തില്ല. ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി ഒരു എന്റർടൈനർ, ഫുൾ മാസ് മസാല എന്നൊക്കെ പറഞ്ഞ മസാല ഫൺ ഫീൽഡ് മൂവി. ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്, നല്ല പാട്ടുകളുണ്ട്, അതുപോലെ നല്ല ക്യാമറ, നല്ല BGM പുള്ളിയെ കാണിക്കുന്ന സമയത്തൊക്കെ എല്ലാം ടെക്നിക്കൽ വശങ്ങളൊക്കെ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ തിയേറ്ററിലേക്ക് വന്നോളൂ, ടിക്കറ്റ് എടുത്തോളൂ, ചിരിച്ച് മറിഞ്ഞോളൂ. ചിരിച്ച് മറിയലും. LGBTQ കമ്മ്യൂണിറ്റിയെ ഒന്നും തട്ടുന്നൊന്നും ഇല്ല, അവർക്ക് കൊണ്ട് റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും വേറെ ഇതിനകത്ത് ഇഷ തൽവാർ ഉണ്ടല്ലോ അവസാനം, അതൊരു ക്യാമിയോട്ട് വരുന്നുണ്ട്. സോ ഇതും ഒരു രസം. ഐഷ അല്ലടാ എന്ന് പറഞ്ഞിട്ട് സാധനമൊക്കെ അതൊക്കെ മനോഹരമായിട്ട് തന്നെ പോകുന്നുണ്ട്. എന്തായാലും സിനിമ ഉറപ്പായിട്ടും കാണണം, ഉറപ്പായിട്ടും എൻജോയ് ചെയ്യുക. നല്ല തിയേറ്ററിൽ പോയി നന്നായിട്ട് കാണാം. ഓക്കെ.